എല്ലാത്തിലും ഏകദേശം ഈ 4 സൈഡും ഒരേപോലെയാണ് പണിത് വെച്ചിരിക്കുന്നത്. അതെ, ഈ താജ്മഹലിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ് നമുക്ക് ഈ പുറകിലുള്ള മതിലും അതിനനുബന്ധമായ കെട്ടിടങ്ങളില്ലേ, നമ്മുടെ എൻട്രൻസ് കവാടം വന്നത് അതിങ്ങനെ പുറകിലേക്ക് വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് മാത്രമാണ് ഇതിന്റെ ഒരു വേറിട്ടൊരു സവിശേഷത. പക്ഷെ ഇതൊരു ബാക്കിയെല്ലാം ഒരുമാതിരിപ്പെട്ട എല്ലാ ബിൽഡിങ്ങുകളും ഒരു ചുമന്ന സാൻഡ്സ്റ്റോൺ എന്ന് പറഞ്ഞ കല്ലിലാണ് പണിതിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്നില്ലേ, ഇപ്പൊ ഈ കാണുന്ന പോലെ തന്നെ ഈ നമ്മളെ ഈ തൊട്ടടുത്തുള്ള ബിൽഡിംഗില്ലേ, അത് പണിത പോലെ. പക്ഷെ താജ്മഹൽ മാത്രമാണ് പൂർണ്ണമായും മാർബിളിൽ ചെയ്തിരിക്കുന്നത്. പക്ഷെ ബാക്കിയെല്ലാം ഡെക്കറേഷൻസ് മാർബിൾസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ പല സ്ഥലത്തുനിന്നും രാജസ്ഥാനിൽ അങ്ങനെ പല സ്ഥലത്തുനിന്നും ദൂരെ നിന്നൊക്കെ കൊണ്ടുവന്ന മാർബിൾസ് ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ അടിയിലേക്ക് വേറെ റൂംസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിലേക്കൊന്നും പബ്ലിക്കിന് അതെ അതെ, ഈ നമ്മൾ ഈ നിൽക്കുന്ന ബേസ്മെന്റിന്റെ താഴെ വേറെ റൂംസ് ഉണ്ട്, അങ്ങനെയൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതിലേക്കൊന്നും നമുക്ക് എൻട്രി ഇല്ല, അതെല്ലാം ക്ലോസ്ഡ് ആക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിനൊരു വേറെ കഥയും കൂടിയുണ്ട്. ഇതിന്റെ ശില്പി ഇത് പണി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഷാജഹാൻ പറഞ്ഞു, ഇനി ഇതേപോലത്തെ ഒരു സൗധം വേറൊരു സ്ഥലത്ത് വരാൻ പാടില്ല, അതുകൊണ്ട് ഇവരുടെയൊക്കെ കൈ വെട്ടണം, ഈ ജോലിയിൽ ഏർപ്പെട്ട എല്ലാവരുടെയും കൈ വെട്ടണം എന്നൊരു കൽപ്പന പുറപ്പെടുവിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ശില്പി ചെന്ന് അവിടെ ഇവിടെയൊക്കെയോ ചുറ്റിക കൊണ്ട് അടിക്കുകയും അതിന്റെ ഫലമായിട്ട് ഈ മുംതാസിന്റെ കല്ലറയിലേക്ക് മേളിൽ നിന്ന് മഴ പെയ്യുന്ന സമയത്ത് വെള്ളം നേരെ കല്ലറയിലേക്ക് വരും എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇതൊക്കെ നമുക്ക് ഇപ്പോൾ നോക്കാൻ പറ്റില്ല. പിന്നെ ഈ ഒരു കാര്യം കൂടി എന്താണെന്ന് പറഞ്ഞാൽ, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ മാർബിൾ മാത്രമല്ല, ശരിക്കും രത്നക്കല്ലുകളൊക്കെ കൊണ്ട് അലങ്കരിച്ചതായിരുന്നു ഈ ബിൽഡിംഗ് മുഴുവൻ. ഈവൻ അതിന്റെ തറ പോലും എന്നാണ് പറയുന്നത്. അപ്പൊ ബ്രിട്ടീഷുകാരുടെ സമയത്ത് അവർ ഈ രത്നക്കല്ലുകളൊക്കെ കൊത്തി എടുത്തുകൊണ്ട് പോയി എന്നാണ് പറയുന്നത്. അല്ലല്ല, ഈവൻ പൊളിച്ചുകൊണ്ട് പോകാനുള്ള ശ്രമം പോലും ഉണ്ടായി. ഈവൻ പൊളിച്ചുകൊണ്ട് പോകാനുള്ള ശ്രമം പോലും ഉണ്ടായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പക്ഷേ ഒരു വൈസ്രോയി കർസൻ എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് വൈസ്രോയി ആണ് പിന്നെ താജ്മഹലിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് വിചാരിച്ച് പൈസ മുടക്കാൻ തയ്യാറായത്. അതിന് മുമ്പ് ഇരുന്നവർ ഈവൻ താജ്മഹലിലെ ഈ മാർബിൾ വരെ പൊളിച്ചെടുത്തുകൊണ്ട് പോയി വിൽക്കാൻ വേണ്ടി നോക്കി എന്നുള്ളതാണ് ചരിത്രം. എങ്ങനെയൊക്കെയാണെങ്കിലും പക്ഷെ ഒരു കാര്യമുണ്ട്, നമുക്കിപ്പോ 2 ലോകമഹായുദ്ധങ്ങൾ വന്നിട്ടുണ്ട്, വേൾഡ് വാർ ഫസ്റ്റും വേൾഡ് വാർ സെക്കൻഡും. ഈ സമയത്തൊക്കെ താജ്മഹലിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഒരു ബോംബ് വീണാൽ മതി, ഇത്രയും മനോഹരമായ സൗധം നമുക്ക് ഇനിയിപ്പോൾ കാണാൻ പറ്റില്ല. ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ താജ്മഹലിൽ ചെല്ലുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചെന്താന്ന് പറഞ്ഞാൽ, അന്ന് എത്രയോ ദാരിദ്ര്യം ഉണ്ടായി കാണും, രാജാക്കന്മാർക്ക് എത്രയോ സുഖലോലുപരായിട്ടാണ് താമസിച്ചിരുന്നത്. പക്ഷേ അന്ന് അവർ ഇത് ചെയ്തുകൊണ്ടല്ലേ നമുക്ക് ഇന്ന് കാണാൻ പറ്റുന്ന ഒരു ഇത്രയും മനോഹരമായ ഒരു താജ്മഹൽ ഉണ്ടായത്. പക്ഷേ ഇപ്പൊ നമുക്ക് ഈജിപ്തിലേക്ക് എടുക്കുവാണെങ്കിൽ പിരമിഡ്, മരണശേഷം മൃതദേഹം അടക്കം ചെയ്യുന്ന പിരമിഡ്, താജ്മഹൽ, നമുക്ക് ഇവിടെ നോക്കിയാലും ഇതേപോലെയുള്ള ഓരോ സൗധങ്ങൾ കാണാൻ പറ്റും നോർത്ത് ഇന്ത്യയിൽ.